ഹലോ നമസ്കാരം, മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ നിമിഷം ഉപേക്ഷിക്കേണ്ട കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ നിമിഷം ഗ്രൂപ്പ് 1 കളക്ടേഴ്സ് എന്താണ് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്? ഓക്കെ, ഇനി എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത്? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നിങ്ങളോട് പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ ചെലവ് വരുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലായ്മ. ഓക്കെ, ആ ഒരു എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അതിലേക്ക് എത്തിച്ചേരാൻ ഒരു വ്യഗ്രത. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള വരുമാനം കൊണ്ട് അതിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വരുമാനം കൊണ്ട് അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻസ് നോക്കുക, EMI പോലുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കുക. അങ്ങനെ ബാധ്യതകൾ ഉണ്ടാക്കുകയാണ്. അതായത് ഒരു കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ അല്ലെങ്കിൽ വരവിനുള്ളിൽ ചെലവ് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു ടെൻഡൻസി വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. ചെറിയ രീതിയിലാവും ഇപ്പൊ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ലല്ലോ, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഈ ഒരു ടെൻഡൻസി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ വലിയ ബാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനും, ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആകെ താളം തെറ്റുന്നതിനും ഇടവരും. അപ്പൊ ദയവ് ചെയ്ത് ആ ഒരു ടെൻഡൻസി ഇപ്പോഴേ വേണ്ടെന്ന് വെക്കുക. നിങ്ങളുടെ വരവിനുള്ളിൽ നിൽക്കണം നിങ്ങളുടെ ചെലവുകൾ. മാത്രമല്ല ഇത്രയെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ സാധിക്കണം. അതുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ ചെലവ് എന്തോരം വേണമെന്ന് തീരുമാനിക്കാൻ. അത് ചെയ്താൽ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഉപേക്ഷിക്കാൻ, ഈ ഒരു ടെൻഡൻസി ഉപേക്ഷിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടേതല്ലാത്ത ചില ഭാരങ്ങൾ, ചില എനർജീസ്, ചില ഊർജങ്ങൾ, അത് നിങ്ങളുടെ ബാധ്യതയല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, പക്ഷെ നിങ്ങൾ അത് കൊണ്ട് നടക്കുക. അതുകൊണ്ട് എന്താ ഉണ്ടാവണേ? നിങ്ങളുടെ ലൈഫ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാവുകയാണ്. അപ്പൊ അത്തരം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ളതല്ലാത്ത, നിങ്ങളുടേതല്ലാത്ത ചില ഭാരങ്ങൾ, ചില ഊർജങ്ങൾ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളതാകാം. ഒരുപാട് കാലം മുന്നേ ഉപേക്ഷിക്കേണ്ടതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കാര്യമായിരിക്കില്ല ഈ ആലോചിച്ച് നിങ്ങൾ കിടന്ന് വ്യഗ്രതപ്പെടുന്നത്, വേറെ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, നിങ്ങൾ അതെങ്ങനെയും സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ്. പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൂടുതൽ ദുഷ്കരമാകുന്നതിന് കാരണമാകുമ്പോൾ അത് നമ്മൾ എടുത്തു മാറ്റണം. ഓക്കെ, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പ്രവണത നിർത്തണം. അപ്പൊ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ള, നിങ്ങൾ ഇപ്പോൾ എഫേർട്ട് എടുക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടേതല്ലാത്തത്, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലാത്തത് എന്ന് കണ്ടെത്തുക. ആ ഊർജങ്ങളെ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക, അതിൽ നിന്ന് ഒഴിയണം. നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തം. ഓക്കെ, ഇനി നിങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ചാലേ, നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ എനർജീസ് ഒക്കെ നിങ്ങളെ കുറെ കൂടെ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട നല്ല മാറ്റങ്ങൾക്ക് കൂടെ അതിന് കാലതാമസം ഉണ്ടാക്കും. നിങ്ങളപ്പോ നോക്കുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ എല്ലാം ചെയ്യുന്നു, റിസൾട്ട് കാണാനില്ല. റിസൾട്ട് കാണാത്തത് വേറൊന്നല്ല, സ്പേസ് ഇല്ല. എല്ലാം എനർജിയാണ്. പുതിയ കാര്യം വരുന്നതിന്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം വരുന്നതിനും നിങ്ങളുടെ ലൈഫിൽ അത് നിലനിൽക്കുന്നതിനും അവിടെ ഒരു എനർജറ്റിക്കൽ സ്പേസ് വേണം. അതില്ല. അവിടെ അനാവശ്യമായ ബാക്കി ചില ഊർജങ്ങൾ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ക്ലീൻ ചെയ്യാൻ പറയുന്നത്. ഇനി ഭാവിയിൽ, അതായത് നിയർ ഫ്യൂച്ചറിൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അവിടെ നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുക, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക. എന്ത് തന്നെ ഓഫർ ചെയ്താലും അന്യായത്തിന്റെയോ അല്ലെങ്കിൽ കള്ളത്തിന്റെയോ ഭാഗത്ത് നിൽക്കാൻ പാടില്ല. സത്യത്തിന്റെ ഭാഗത്ത് തന്നെ ഉറച്ചു നിൽക്കണം, ന്യായത്തിന്റെ ഭാഗത്ത് തന്നെ ഉറച്ചു നിൽക്കണം. ഇത് നിങ്ങൾക്കൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്തൊക്കെ എന്താ പറയുക പ്രലോഭനങ്ങൾ ഉണ്ടായാലും നിങ്ങൾ സത്യത്തിന്റെയും ന്യായത്തിന്റെയും ഭാഗത്ത് തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. നേരായ വഴിക്കൂടെ തന്നെ കാര്യങ്ങൾ ചെയ്യുക, ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും. നിയർ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതുമൂലം വലിയ വലിയ പ്രശ്നങ്ങൾ പിന്നെ നിങ്ങളുടെ ലൈഫിൽ നേരിടേണ്ടതായിട്ട് വരും. അത് വരാതിരിക്കാനാണ് യൂണിവേഴ്സ് ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2. അപ്പം നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ നിമിഷം എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ്, ഈ റീഡിംഗ് കാണുന്ന കളക്ടീവ്സ്, അവർ എന്താണ് ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്? ഓക്കെ, എന്തിലാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്? രണ്ട് കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് അവർ തയ്യാറെടുക്കേണ്ടത്? ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒരു ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അതായത് നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ നേടിയെടുക്കണം, നിങ്ങൾക്ക് അതൊക്കെ വേണം, അതിന് എന്തൊക്കെ ചെയ്യണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ആക്ഷൻ എടുക്കണം, മാനിഫെസ്റ്റേഷൻ എന്ത് മെത്തേഡ് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും പ്രവൃത്തിയിലേക്ക് വരുന്നില്ല. പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നാളെ ആവട്ടെ എന്നൊരു ടെൻഡൻസി. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ഒക്കെയാണ്. പക്ഷെ നിങ്ങൾ അതിന് പകരം പ്രാധാന്യം കൊടുക്കുന്നത് എന്താ, പ്രാധാന്യം അർഹിക്കാത്ത കാര്യങ്ങളിലേക്കാണ്. കൂടുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ താല്പര്യപ്പെടുക, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ഒരു ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു ടെൻഡൻസി, അത് നിങ്ങളിൽ കുറേയും കൂടെ മടി കൊണ്ടുവരും. അത് നിങ്ങൾക്ക് നല്ലതല്ല. ഇതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. അപ്പൊ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കണം. ഈ ഒരു ടെൻഡൻസി ഉപേക്ഷിക്കുക. ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് ഉപേക്ഷിക്കുക. റെസ്റ്റ് വേണം ചോദിച്ചാൽ വേണം, റെസ്റ്റ് വേണം, അത്യാവശ്യമാണ്. പക്ഷെ അതിനോടൊപ്പം വർക്കും ചെയ്യണം. വർക്ക് ചെയ്യാൻ വേണം, റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വേണം. എല്ലാ സമയത്തും റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. കാരണം നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അതിലാണ് നിങ്ങളുടെ ഇപ്പോൾ ശ്രദ്ധ ആയിരിക്കേണ്ടത്. നിങ്ങൾ ആക്റ്റീവ്ലി അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി അറിയാം. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇങ്ങനെ നിങ്ങളോട് അത് ചെയ്യണ്ടേ ഇങ്ങനെ നിങ്ങളെ അത് നഡ്ജ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ അത് പിന്നെ ആവാം, അത് ഇന്ന് നല്ല ദിവസമല്ല തുടങ്ങുന്നതിന്, അങ്ങനെ കുറെ ന്യായങ്ങൾ കണ്ടെത്തി നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് നിങ്ങൾ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യും ഭാവിയിൽ, ഇപ്പൊ ചെയ്യാണ്ടിരുന്ന, ഇപ്പൊ ഇനാക്റ്റീവ് ഒക്കെ അറിയാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ചെയ്യാനൊരു മടി. ചിലപ്പോൾ എന്തെങ്കിലും എക്സ്റ്റേണൽ എനർജീസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവട്ടെ, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമാണ്. അത് ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ എന്താ പറയുക, വളരെ എല്ലാം കൊണ്ട് വളരെ ഫേവറബിൾ ആയിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് ആത്മസംതൃപ്തി നൽകുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ, ഏതൊക്കെ ആഗ്രഹങ്ങൾ സബലീകരിച്ചാലാണോ നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുക, ആ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായ സമയമാണ് ഇപ്പോൾ. അപ്പൊ അതിനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരിക്കണം? ഈ ആഗ്രഹങ്ങൾ, ഈ മേൽപ്പറഞ്ഞ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനും അതിലേക്ക് വേണ്ടുന്ന ആക്ഷൻസ്, അതിന്റെ ആക്ഷൻസ് എടുക്കുന്നതിനും ഒക്കെയാണ് നിങ്ങളുടെ ശ്രദ്ധ ആയിരിക്കേണ്ടത്. നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിരിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അത് ചെയ്യുക. ഓക്കെ, നിയർ ഫ്യൂച്ചറിൽ വൈകാതെ തന്നെ നിങ്ങളിലേക്ക് ഒരു വാർത്ത എത്തുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിലേക്കെങ്കിലും ക്ഷണിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും അറിയിക്കുന്നതോ നിങ്ങൾ എന്തിലേക്കെങ്കിലും ക്ഷണിക്കുന്നതോ ആകാം. ഓക്കെ, അതിനാണ് സാധ്യത കാണുന്നത്. അതിനെ തടസ്സം പറയാതിരിക്കുക. ഓക്കെ, കാരണം അണ്ടർലൈൻ എനർജി ഉണ്ടോ, ഏസ് ഓഫ് കപ്സ് ആണ്. തടസ്സം പറയാതിരിക്കാൻ പറയുന്നു.
അതിന് അത് വേണ്ടെന്ന് വെക്കാനായിട്ട് കാരണങ്ങൾ കണ്ടെത്തുക, അങ്ങനെയൊക്കെ എന്തൊരു ടെൻഡൻസി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി. നിങ്ങൾ അത് സ്വീകരിക്കണം. ഓക്കെ, ഞാൻ കേൾക്കുന്നത് അതിനെ അതിന്റെ സ്പിരിറ്റിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് അതിന്റെ രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് അത് സ്വീകരിക്കുക. അപ്പൊ അത് ക്ഷണിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അതിലേക്ക് പോകുക. നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും അറിയിക്കുന്നതാണെങ്കിൽ അത് സ്വീകരിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും അതിനൊരു ആക്ഷൻ എടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ആക്ഷൻ എടുക്കുക. റൈറ്റ് അവേ അതിനെ റിജക്ട് ചെയ്യാൻ പാടില്ല. കേട്ടാൻ പക്കമേ വേണ്ട എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പാടില്ല എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുകയാണ്. താങ്ക് യു.